കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ നിയമനത്തിൽ ഉരുണ്ട് കളിച്ചിടത്ത സർക്കാർ. കോഴിക്കോട് തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും എവിടെ എപ്പോൾ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം അനിതയുടെ നിരാഹാര സമരം മെഡിക്കൽ കോളേജിന് മുന്നിൽ 6ാം ദിവസവും തുടരുകയാണ്. പുനർനിയമന വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനിയും കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂരും ചേരുന്നുണ്ട്. ആനന്ദിലേക്കാണ് ആദ്യം. ആനന്ദ്, വിശദാംശങ്ങൾ. ആതിര, മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ ഒരു പീഡനം നടക്കുന്നത്. തുടർന്ന് ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട നഴ്സായ ഈ PB അനിത മൊഴി നൽകിയിരുന്നു. അതുമാത്രമല്ല, തുടർന്ന് നടന്ന അന്വേഷണത്തിലെല്ലാം ഈ അനിത തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ അനിത തൻ്റെ കൃത്യനിർവഹണം കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എടുത്തിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ സ്ഥിതി മാറുന്ന ഒരു വിശേഷമാണ് ഉണ്ടായത്. അനിതയ്ക്കെതിരെയുള്ള ഒരു റിപ്പോർട്ടാണ് പിന്നീട് പുറത്തു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. തുടർന്ന് ഈ അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു കാഴ്ചയ്ക്കും സംസ്ഥാനം സാക്ഷിയായി. പക്ഷേ ഇതിനെതിരെ അനിത ആദ്യഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകുകയും തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ അനുകൂലമായി തന്നെ PB അനിതയ്ക്ക് ഉത്തരവിറക്കുകയായിരുന്നു. അതായത് തിരിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അനിതയെ നിയമിക്കണമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയിരുന്നു. എന്നാൽ ഈ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും സർക്കാർ ആദ്യഘട്ടത്തിൽ ഇതിനോട് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഇവരെ നിയമിക്കാൻ പോലും തയ്യാറായില്ല. തുടർന്നാണ് അനിതയ്ക്ക് ഈ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത്. ഇതിപ്പോൾ 6ാം ദിവസമാണ്. അതായത് ഇവരുടെ കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട് 6ാം ദിവസമാണ്. ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോഴും സർക്കാർ നൽകിയിട്ടില്ല. അല്പം മുമ്പ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഈ സർക്കാർ ഇവർക്ക് വീണ്ടും തിരിച്ച് പുനർനിയമനം കോഴിക്കോട് തന്നെ കൊടുക്കുമെന്നാണ്. പക്ഷേ അത് എന്ന് കൊടുക്കും, എപ്പോൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ അനിതയോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഔദ്യോഗികമായി ഇതുവരെ അവർക്ക് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വൈരുദ്ധ്യമായ ഒരു ഘടകം സർക്കാർ ഈ ഹൈക്കോടതിയിൽ, അതായത് നേരത്തെ വന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ വീണ്ടും ഒരു പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ തലത്തിൽ ആരെ സംരക്ഷിക്കാനാണ് സർക്കാരിൻ്റെ ഈ ഒരു നിലപാട് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇന്ന് അതിജീവിത നേരിട്ട് വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ PB അനിത സിസ്റ്റർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, നിരവധി രാഷ്ട്രീയ പ്രമുഖരടക്കമുള്ള ആളുകളും മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇന്ന് അനിതയെ നേരിട്ട് കണ്ടെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. MT രമേശ് പറഞ്ഞത് ഈ അനിതയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ സംഘടന BJP കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് MT രമേശ് ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പോയത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് അനിതയെ സന്ദർശിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും ഈ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സർക്കാരിനെ വിമർശിച്ചത്. അതായത് സർക്കാർ ആരുടെ കൂടെയാണെന്നുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത്തരത്തിലൊരു നിലപാട്, അനുകൂലമായ ഒരു നിലപാട്, സിസ്റ്റർക്ക് അനുകൂലമായ നിലപാട് എടുക്കണ്ടേ? സർക്കാർ എന്ത് കണ്ടിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്? ഹൈക്കോടതി വിധി പോലും നടപ്പിലാക്കുന്നില്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ ഇവിടെ നടക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ ബാക്കി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് VD സതീശൻ ഇന്ന് മെഡിക്കൽ കോളേജിൽ മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും വിഷയം കൂടുതൽ ചൂടുപിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇപ്പോഴും 6ാം ദിവസത്തിലേക്കും സമരം തുടരുന്ന ഒരു ഗതികേടിൽ തന്നെയാണ് സിസ്റ്റർ അനിതയുള്ളത്. അതായത് അതിജീവിതയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് മൊഴി കൊടുത്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് താൻ ചെയ്തത്. അതായത് തെറ്റ് മാത്രമാണ്, അത് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് തെറ്റായി തോന്നുന്നു എന്നുള്ള, അല്ലെങ്കിൽ തെറ്റായി കാണുന്നു എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി പറയുന്നത്. മാത്രമല്ല, ഈ വിവിധ നഴ്സിംഗ് സംഘടനകളും ഇന്ന് പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സെറ്റോ പോലുള്ള സംഘടനകൾ അനിത സിസ്റ്റർക്ക് അനുകൂലമായും മറ്റ് ചില NGO സംഘടനകൾ ഈ അനിത സിസ്റ്റർക്ക് പ്രതികൂലമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ഇന്ന് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. എന്തായാലും അനിത സിസ്റ്റർ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, താൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തേക്ക് ഔദ്യോഗികമായ ജോലിയിൽ പ്രവേശിക്കാതെ സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് സിസ്റ്റർ അവസാനമായി നമ്മളോട് വ്യക്തമാക്കിയത്. ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് സർക്കാർ ആർക്കൊപ്പം എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഈ ഒരു സംഭവം നീങ്ങുന്നത്. കാരണം ഉരുണ്ട് കളിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. കോഴിക്കോട് തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും എവിടെ എപ്പോ എന്നതിലൊരു വ്യക്തത ഇതുവരെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഇനിയും ഔദ്യോഗികമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ടുള്ള ഒരു നിലവില്ല. ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന ആ തലത്തിൽ ഈ റിവ്യൂ ഹർജിയുടെ പരിഗണന, അതായത് പുനഃപരിശോധനാ ഹർജിയുടെ ഉത്തരവ് വരുന്നത് വരെ ഇത്തരത്തിൽ ഇവർക്ക് കോഴിക്കോട് തന്നെ തുടരാമെന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇപ്പോഴും ഈ അനിത സിസ്റ്റർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ നീതിക്കൊപ്പം നിന്ന ഒരു സിസ്റ്റർക്ക് ഒരു ദുർഗതി കേരളത്തിലുണ്ടാകുന്നു. അതിനൊപ്പം നിൽക്കേണ്ട സർക്കാർ പക്ഷേ അവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള
ആരോപണവുമായി തന്നെയാണ് പൊതുസമൂഹവും രംഗത്തിരിക്കുന്നത്. എന്തായാലും ഈ ഉത്തരവ് ഔദ്യോഗികമായി കിട്ടുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അനിത സിസ്റ്റർ അവസാനം വ്യക്തമാക്കിയതും അതുതന്നെയാണ്. തനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഈ ഒരു സമരം, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുമ്പുള്ള ഈ സമരം അവസാനിപ്പിക്കാൻ താൻ തയ്യാറല്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് അവസാനമായി മാധ്യമങ്ങളെ കണ്ട അനിത സിസ്റ്റർ സൂചിപ്പിച്ചത്. ആതിര, ശരി. ശാലിനി കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, ഈ അനിതയുടെ നിരാഹാര സമരം മെഡിക്കൽ കോളേജിന് മുന്നിൽ തുടങ്ങിയ ഒരു 6ാം ദിവസം ഇപ്പോൾ തുടരുകയാണ്. ഇത്രയും ദിവസം എടുത്തതിന് ശേഷമാണ് സർക്കാർ ഒരു നിയമന വിഷയത്തിൽ ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പരാതിയൊക്കെ പറഞ്ഞ് ഒരു പ്രതിഷേധത്തിലേക്ക് പോയാൽ മാത്രം ഉത്തരവ് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ്. കാരണം പ്രതിഷേധങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമാകുന്നു. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത്. ഈ 6ാം ദിവസവും അനിത നിരാഹാര സമരം ഉൾപ്പെടെ തുടരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഒരു മുഖം രക്ഷിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ഇപ്പോൾ ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ആരോഗ്യവകുപ്പ് അതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിയമനം ഉടൻ തന്നെ നൽകും. അത് കോഴിക്കോട് ജില്ലയിലായിരിക്കും എന്ന് പറയുമ്പോഴും അത് കോഴിക്കോട് ജില്ലയിലെ ഏത് ആശുപത്രിയിലേക്കായിരിക്കും അല്ലെങ്കിൽ എവിടേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകാൻ സർക്കാരിനോ ആരോഗ്യവകുപ്പിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇത്രയും ദിവസം ട്രിബ്യൂണലിന്റെയും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെയും ഒക്കെ തന്നെ വിധിയും നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ നിയമന നടപടികൾ വൈകുന്നു എന്നുള്ള ചോദ്യത്തിന് സർക്കാർ നൽകുന്ന ഉത്തരം എന്നുള്ളത് കോടതിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ ഉത്തരവും ഒക്കെ തന്നെ പരിശോധിക്കുകയായിരുന്നു. അതിന്റെ കാലതാമസമാണ് നിലവിൽ അനിതയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊരു തരത്തിലുമുള്ള വൈരാഗ്യ ബുദ്ധിയോടെ തങ്ങൾ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ പെരുമാറിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് വരുന്നത്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ അനിതയെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അനിതയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ ഇരയ്ക്കൊപ്പം നിൽക്കാനുള്ള നടപടി ഒരു ഘട്ടത്തിലും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ വിമർശനവും ശക്തമാവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രിയുടെ നടപടിക്കും സർക്കാർ തന്നെ ഈ ഒരു വീഴ്ചയിലും പ്രതിഷേധിച്ചുകൊണ്ടും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന സാഹചര്യവും സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് സമീപത്ത് ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിയമന നടപടികൾ ഉടൻ തന്നെ വേഗത്തിലാക്കുമെന്നുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നത്. പക്ഷെ അപ്പോഴും ഇരയ്ക്ക് നീതി കിട്ടണം എന്നുള്ളൊരു കാര്യം അത് വിദൂരമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ഇരയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിലാണ് ഇപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് കൂടിയായിട്ടുള്ള അനിതയ്ക്കെതിരെ ഇത്തരത്തിലൊരു പ്രതികാര നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ അനിത തുടരുന്ന സാഹചര്യത്തിൽ ഇനി എന്തായാലും കടുത്ത നടപടികൾ സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും 2018 മാർച്ച് 18-നായിരുന്നു ഇത്തരത്തിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഇത്തരം ഒരു വാർഡിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ICUവിൽ ഉണ്ടാകുന്നത്. ആ പീഡനത്തിന് ഇരയ്ക്കൊപ്പം നിന്നതിന്റെ പേരിലും ഒപ്പം തന്നെ കള്ളസാക്ഷി പറയാത്തതിന്റെ പേരിലുമാണ് അനിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികാര നടപടി നടക്കുന്നത്. അതിൽ ഇടതനുകൂല സംഘടനാ പ്രതിനിധിക്കെതിരെയൊക്കെ തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ തെളിവുകൾ നിരത്തി മൊഴി നൽകുന്ന സാഹചര്യവും അനിതയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതടക്കമാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയിലേക്ക് നീങ്ങാൻ കളമൊരുക്കിയത് എന്നുള്ളതാണ് വിലയിരുത്തലിലേക്ക് എത്തുന്നത്. എന്തായാലും പ്രതികാര നടപടി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിയമനം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് വരുന്നത്. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലും എപ്പോൾ നിയമനം നടത്തും, എവിടെ നിയമനം നടത്തും, ഏത് കേന്ദ്രത്തിലായിരിക്കും അല്ലെങ്കിൽ ഏത് സ്ഥലത്തായിരിക്കും ഈ ഒരു നിയമനം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത നൽകാൻ സർക്കാരിന് ഇപ്പോഴും കഴിയുന്നില്ല. ശാലിനി, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാർ മുഖം രക്ഷിക്കാനുള്ളൊരു നടപടി തുടരുന്നു എന്നാണ് ശാലിനി നേരത്തെ സൂചിപ്പിച്ചത്. അതോടൊപ്പം ഈ വീണ ജോർജ്, അതായത് ഈ ആരോഗ്യവകുപ്പിനെതിരെയുള്ളൊരു വിമർശനം തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ മഹിളാ മോർച്ച പ്രവർത്തകർ ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുള്ള കാര്യവും ശാലിനി നേരത്തെ സൂചിപ്പിച്ചിരുന്നു.
മഹിളാ മോർച്ചയല്ല, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മന്ത്രിയുടെ കോലം കത്തിച്ചതും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ്. നിലവിൽ എന്തായാലും നീതിക്കായുള്ള ഒരു പോരാട്ടം അത് അതിനകത്ത് തുടരുകയാണ്. ഒപ്പം തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി അതൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കും. സ്ത്രീകളുടെ വോട്ട്, ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വോട്ടൊക്കെ തന്നെ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാർ തലത്തിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു നടപടി, അതായത് നിയമനം വേഗത്തിലാക്കാം, നിയമനം ഉടൻ തന്നെ നൽകും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ഇപ്പോൾ സർക്കാർ തലത്തിൽ അറിയിക്കുന്നത്. പക്ഷെ ഔദ്യോഗികമായി അത് സംബന്ധിച്ച് ഉത്തരവോ അല്ലെങ്കിൽ അത് എവിടേക്കാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനോ സർക്കാർ തയ്യാറാകുന്നില്ല. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളടക്കം അനിതയെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിഷേധം തുടരാൻ തന്നെയാണ് അനിതയുടെ തീരുമാനം. എന്തായാലും ഹൈക്കോടതിയും ട്രിബ്യൂണലിനും ഒക്കെ മുൻപിൽ നിൽക്കുന്ന ഒരു കേസാണ്. അതിൽ കാര്യമായി തന്നെ ഹൈക്കോടതി പരിഗണിക്കുകയും അനിതയ്ക്ക് നീതി നൽകുന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് നിരീക്ഷണവും ഉത്തരവും ഒക്കെ വരുമ്പോഴും ആ ഉത്തരവിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും അവരുടെ നടപടികളും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളടക്കം വയനാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെടെ ചില അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നു. ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാത്തതിനെതിരെ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ എതിരെ വലിയ രീതിയിലുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കുന്ന ഒരു സാഹചര്യവും നിയമന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സമാനമായി തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിലും ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് കീഴിലും ഇത്തരത്തിലൊരു ധാർഷ്ട്യം മന്ത്രി തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിയമനം ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അനിതയുടെ തീരുമാനം. ഒപ്പം തന്നെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി അലയടിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ശരി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ നിയമനത്തിൽ ഉരുണ്ട് കളിച്ചെടുത്ത സർക്കാർ കോഴിക്കോട് തന്നെ നിയമനം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും എവിടെ എപ്പോൾ എന്നതിൽ വ്യക്തതയില്ല. അതേസമയം അനിതയുടെ നിരാഹാര സമരം മെഡിക്കൽ കോളേജിന് മുന്നിൽ 6ാം ദിവസവും തുടരുകയാണ്. പുനർനിയമന വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജിയും നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും എസ് ശാലിനിയും കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂരും.